ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു എഗ് പഫ്സ് ഉണ്ടാക്കുന്ന വ്ളോഗാണ്. ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ടാണ് എഗ് പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതും എയർ ഫ്രയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് കുക്കിംഗ് റേഞ്ച് ഉണ്ട്. അതിൽ നമുക്ക് ഇത് വരുമല്ലോ, ഓവൻ. അതിൽ ഞാൻ ചെയ്യണമെന്ന് കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നു. ബട്ട് ദെൻ എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടുന്നില്ല അതിൽ ചെയ്യാനായിട്ട്. സോ ഞങ്ങളിവിടുത്തെ ഒരു ക്ലോസ് ഫ്രണ്ട് ചേട്ടൻ, പുള്ളി എയർ ഫ്രയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം പുള്ളി കുറേ ദിവസമായി പറയുന്നു നമുക്ക് ഉദ്ഘാടനം ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഷീചേട്ടൻ പറയുന്നുണ്ട്. അതാണ് അവരുടെ പേര്. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഞാനിവിടുന്ന് എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്കൊരു എഗ് പഫ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മറ്റേ മൈദയുടെ ഡോ ആണ് ഉണ്ടാക്കി അത് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചാലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് ഇത് ഞാൻ കുറേ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ റെസിപ്പി ഞാൻ നോക്കിയിട്ടാണ് അതിന്ന് എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആവും എന്ന് തോന്നുന്നൊരു സംഭവം കേട്ടോ. ഓരോരുത്തർ ഓരോ മാതിരിയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഞാൻ സ്വന്തമായിട്ടാണ് ഇവിടെ നമ്മൾ ആ പഫ്സിൻ്റെ മുകളിലത്തെ ലെയറില്ലേ മൈദയുടെ, അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ തിങ് ഈസ്, എനിക്ക് ഇവിടുത്തെ മൈദ ഇതുവരെ നാട്ടിൽ നമ്മുടെ മൈദ പെട്ടെന്ന് അങ്ങ് പൂച്ചിട്ട് വരുമല്ലോ ഒരു ഹാഫ് ആൻ അവർ വയ്ക്കുമ്പോഴത്തേനും. ഇവിടുത്തെ മൈദയും ഞാനും അത്ര സെറ്റല്ല. അത് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. സോ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എത്രത്തോളം വർക്കൗട്ടായി വരും എന്നുള്ളത്. മീൻസ് മൈദയുടെ ഒരു സംഭവം, പിന്നെ ഉള്ളിയുടെ മസാലയല്ലേ, ദാറ്റ്സ് എ വെരി സിമ്പിൾ മസാല. അതും ഞാൻ കുറേ പേര് കണ്ടു, തക്കാളി ടൊമാറ്റോ സോസ്, പിന്നെന്താണ് മല്ലിയില. ആക്ച്വലി അതൊന്നും എനിക്കിഷ്ടമല്ല. ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു ബേക്കറി ഉണ്ട്, സയ ബേക്കറി. അതിൽ കിട്ടുന്ന പഫ്സാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പഫ്സ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ഒരു അണിയൻ്റെ മസാലയാണ്, ഉള്ളി മാത്രം, ചിലപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. സോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ ഒരു 2-2.5 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര, കുറച്ച് വെള്ളമിട്ട് ഒരു ഡോ സെറ്റ് ചെയ്യാണ്. എന്നിട്ടതിൽ ലാസ്റ്റ് കുറച്ച് എണ്ണയൊക്കെ തൂവി വെച്ച് അടച്ച് വെക്കുകയാണ് ഒരു ഹാഫ് ആൻ അവറിലേക്ക്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല കൂടി പ്രിപ്പയർ ചെയ്യാം. മസാലയ്ക്കായിട്ട് ഞാൻ ആകെ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മല്ലിയില വെറുതെ ഡെക്കറേഷൻ അടുത്ത് വെച്ചതാണ്. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭയങ്കര സിമ്പിൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും, അത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി പഫ്സ് കഴിക്കുമ്പോൾ നമ്മൾ ഒന്ന് തുപ്പിക്കളയാൻ നമുക്ക് ഉണ്ടാവാറില്ലല്ലോ. എനിക്കിഷ്ടമല്ല പൊതുവെ അങ്ങനെ ഒന്നും കിട്ടുന്നത്. സോ നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് ഒന്നും ഇടുന്നുണ്ടാവില്ല. പിന്നെ നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് വെറുതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് റെഡ് ചില്ലി പൗഡർ, അത്രയും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 4 എഗ്ഗ് ബോയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഉള്ളി വഴറ്റി കഴിഞ്ഞ് ഒരുവിധമായപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാര 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. പഞ്ചസാര ചേർക്കുമ്പോൾ അതിന് നല്ലൊരു സ്വീറ്റ്നെസ് വരും. അത് ശേഷം അതൊന്ന് നന്നായിട്ടൊരു കളറ് മാറി തുടങ്ങുമ്പോഴത്തേനും ഇതുപോലത്തെ കളറായി വരുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, പിന്നെ കുറച്ച് ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല, അത്രയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നമ്മളൊന്ന് വഴറ്റി ഒരു നല്ല മസാല സെറ്റാക്കി റെഡിയാക്കി. ഡോ ഇപ്പോൾ ഒരുവിധം കുറച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, എന്നാലും ഇനിയും പൊന്താനുണ്ട്. അപ്പം ഞാനിതും കൊണ്ടൊരു 8 ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്കിത് 8 പോർഷനായിട്ട് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ നല്ലോണം കുറച്ചുകൂടെ എണ്ണയൊക്കെ ചേർത്തിട്ട് വെക്കാം. അങ്ങനെ ഡോ 8 പോർഷനായി മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾ റെഡി ആയിട്ട് ഷീച്ചേട്ടൻ്റെ അടുത്ത് പോവാണ്.
അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മാവും ഞാനും ഒരിക്കലും സെറ്റാവില്ല. ഞാൻ 1.5 മണിക്കൂർ വെച്ചാൽ കൂടി അത് വേണ്ട പോലെ വലിയുന്നുണ്ടായിരുന്നില്ല. നാട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞ് കിട്ടില്ലേ. ഇവിടെ നമ്മൾ അങ്ങോട്ട് നീക്കി വിട്ടാലും മാവ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. എന്താണേലും അതിലെനിക്ക് അപ്പം തന്നെ എൻ്റെ പ്രതീക്ഷ പോയിട്ടുണ്ടായിരുന്നു മൈദയുടെ കേസിൽ. ബാക്കി മസാല ആൻഡ് മുട്ട ഒക്കെ സെറ്റായി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ ആദ്യം 10 മിനിറ്റ്സ് വെച്ചു, എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് 8 മിനിറ്റ്സ് എക്സ്ട്രാ വെച്ചത്. ആക്ച്വലി ഇതിന് മേലെ നമ്മൾ മുട്ട കൊണ്ട് എന്താ പറയുന്നത് എഗ് വാഷ് ചെയ്യണം. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് നമ്മൾക്ക് ഫുള്ളായിട്ടില്ല കേട്ടോ. മാവിൻ്റെ അതേ പരുവത്തിലായിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, 10 more minutes വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കും. 8 minutes കൂടെ വെക്കാം, പക്ഷേ എഗ് വാഷ് ഒഴിക്കണം. അതും കൂടി ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഗ്ലേസിങ് വരാനാണോ? ഐ തിങ്ക് നമ്മളുടെ ശരിയായിട്ടുണ്ടെന്ന്. നല്ല ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കാണാൻ ആളെ. മീൻസ് മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ ഭംഗിയുണ്ട് കാണാൻ. ഇറ്റ്സ് ടു ഹോട്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ശ്രീചേട്ടൻ സിംഗിളാണ്, ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള സാമഗ്രികളുടെ എണ്ണം കുറവാണ്. മസാല ഓക്കെയാണ്, അതൊക്കെ ഉറപ്പാണ്. അപ്പൊ സെക്കൻഡ് ബാച്ച് ഞാൻ 18 മിനിറ്റ്സ് ടോട്ടൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് വന്നത് തോന്നുന്നു. മറ്റത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എന്താ പറയുന്നത്, അത് ഓപ്പൺ ചെയ്തില്ലേ, അങ്ങനെ ആകുമ്പോൾ ഹീറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നം വരില്ലേ വരുമായിരിക്കാം. അതുകൊണ്ടുള്ളൊരു ഫ്ലോപ്പ് ഷോ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇത് ഞാനിപ്പോൾ കത്തി വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഈസി ആയിട്ട് ചെല്ലുന്നുണ്ട്. കുറേ ലെയേഴ്സ് ഒന്നുള്ള മാതിരി തോന്നുന്നില്ല. പിന്നെ നേരത്തെ ഞാൻ വെച്ചതിനുള്ള സ്ഥലവും ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ അത് കുറച്ച് എല്ലാം കൂടി തിങ്ങി നിന്നിട്ട് സ്പേസ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഇവിടെ വന്നിട്ട് നാട്ടിലത്തെ പോലെ ഹ്യൂമിഡിറ്റി കേൾസ് വരില്ലേ മുടിക്ക്, ആ സംഭവം വരുന്നത്. മറ്റേ ഇവിടെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കും. ഇങ്ങനത്തെ പ്രശ്നം വരില്ല. വേണ്ടില്ല, നല്ല വേവി ആയിട്ടൊക്കെ നിൽക്കുന്ന ഹോപ്സ്. ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ മമ്മി പോയിട്ട് മറ്റേ പഫ്സ് കഴിക്കട്ടെ കേട്ടോ. കറക്റ്റ് ടൈം അനുസരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി ഒരിക്കലും കിട്ടും. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ. അതെ അല്ല, ഞാൻ പറയാം, ബേക്കിങ്ങിന്റെ സംഭവം